അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്നോട് ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ടാണ് ഇതൊരു നാഷണൽ കലാമിറ്റിയായി പ്രഖ്യാപിക്കാത്തത്? ഒരുപാട് ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടു, അല്ലേ? ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണ്ടേ? ഇപ്പോൾ സുരേഷ് ഗോപി വരുന്ന സമയത്താണെങ്കിലും ഒക്കെ നമ്മൾ ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ട് ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ളതാണ്. അതിലൊരു വസ്തുതയുണ്ട്, ഞാനത് പ്രേക്ഷകരോട് പറയാം. നമുക്ക് ആ തെറ്റിദ്ധാരണ വേണ്ട. ഈ ദേശീയ ദുരന്തം, നാഷണൽ ഡിസാസ്റ്റർ അല്ലെങ്കിൽ നാഷണൽ കലാമിറ്റി, അങ്ങനൊരു പദപ്രയോഗം ഈ ദേശീയ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ടില്ല. അങ്ങനൊരു പദപ്രയോഗം ശരിയല്ല, നിയമപരമായി നിൽക്കുന്നതല്ല. ഒരു ദേശീയ ദുരന്തം എന്ന് പറയുന്നൊരു ആശയമില്ല. പകരം 2009 അടൽ ബിഹാരി വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് ഒരു ഉന്നതാധികാര സമിതി ഉണ്ടാക്കി. 2001 ആ ഉന്നതാധികാര സമിതി ഒരു റിപ്പോർട്ട് കൊടുത്തു. 99 കമ്മിറ്റി ഉണ്ടാക്കുന്നത്. ആ റിപ്പോർട്ടിൽ നമ്മളുടെ രാജ്യത്ത് നടക്കുന്ന പ്രകൃതി ദുരന്തങ്ങളെ പല വിഭാഗങ്ങളായിട്ട് തിരിക്കാം എന്ന് പറഞ്ഞു. ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു, ഒരു വർഗീകരണം കൊണ്ടുവന്നു. ആ ശാസ്ത്രീയമായ വർഗീകരണം പക്ഷേ നിർഭാഗ്യവശാൽ 2005 നമുക്കൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് വരുന്നുണ്ട്. ആ ആക്റ്റിലുണ്ടായില്ല. 2007 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഗൈഡ് ലൈനിലും പിന്നീട് 2016 വരുന്ന നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനിലും ആ വർഗീകരണം വന്നു. നമ്മുടെ രാജ്യത്തൊരു ദുരന്തമുണ്ടായാൽ, ഒരു പ്രകൃതി ദുരന്തമുണ്ടായാൽ അതിനെ എങ്ങനെയാണ് വർഗീകരിക്കുക? അതുകൊണ്ട് എന്താണ് മെച്ചമുണ്ടാവുന്നത്? നമുക്കൊന്ന് വളരെ വേഗം നോക്കി വന്നാൽ, നമ്മുടെ രാജ്യത്ത് നിലവിൽ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനും ഗൈഡ് ലൈനും പ്രകാരം നമ്മുടെ രാജ്യത്തുണ്ടാവുന്ന പ്രകൃതി ദുരന്തങ്ങളെ 3 തരംതിരിക്കാം. അപ്പോൾ ചോദ്യം ഇതാണ്, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാമോ? പക്ഷേ സാധാരണ രീതിയിൽ 3 പറയുമ്പോഴും 4 നമ്മൾ കണക്ക് കൂട്ടണം. ആദ്യത്തേത് സാധാരണ രീതിയിൽ ഉണ്ടാവുന്ന ഒരു ചെറിയ മണ്ണിടിച്ചിൽ, ചെറിയ വെള്ളപ്പൊക്കം. ആ വെള്ളപ്പൊക്കത്തിൻ്റെ ഭാഗമായി പ്രാദേശികമായ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുന്നതാണ് സാധാരണം എന്ന് പറയുന്നത്. അത് L0 എന്നാണ് നമ്മൾ പറയുക. രണ്ടാമത്തത് കുറച്ചുകൂടി തീവ്രമായൊരു പ്രകൃതി ദുരന്തമാണ് വരുന്നതെങ്കിൽ അത് രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് പോകും, L1 കാറ്റഗറി, ലെവൽ 1. ആ ലെവൽ 1 ജില്ലയ്ക്കുള്ളിലുള്ള ഒരു പ്രകൃതി ദുരന്തമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ വിലങ്ങാട് സംഭവിച്ചത് ഒരു പരിധിവരെ L1 കാറ്റഗറിയിലാണ്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് L2 പോകും എന്നാണ്. ലെവൽ 1 ഒരു പ്രദേശത്ത് നടന്നു, അത് ജില്ലാടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രകൃതി ദുരന്തമാണെങ്കിൽ അത് L1 കാറ്റഗറിയിലേക്ക് പോകും, ലെവൽ 1. യഥാർത്ഥത്തിൽ വിലങ്ങാട് ഒരു L2 കാറ്റഗറിയിലേക്ക് പോകേണ്ടതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ എക്സ്പേർട്സാണ് പറയേണ്ടത്, നമ്മൾ എക്സ്പേർട്സ് അല്ല. L2 എന്ന് പറയുന്നതാണ് ലെവൽ 2 എന്ന് പറയുന്നത്. അതാണെങ്കിൽ ജില്ലയ്ക്ക് മാത്രമായിട്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കയ്യിൽ നിൽക്കില്ല, അതിന് സംസ്ഥാനത്തിൻ്റെ ഇടപെടൽ ആവശ്യമായി വരും. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന തലത്തിൽ SDRFിൻ്റെയൊക്കെ നേതൃത്വത്തിലായിരിക്കും ലെവൽ 2 ദുരന്ത നിവാരണം നടത്തുക. അതാണ് രണ്ടാമത്തെ ദുരന്തം. അതൊരു സംസ്ഥാന വ്യാപകമായിട്ടുള്ള ദുരന്തം. മിക്കവാറും നമ്മുടെ സംസ്ഥാനങ്ങളിൽ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട എല്ലാ പ്രകൃതി ദുരന്തങ്ങളും രണ്ടാമത്തെ ഈ കാറ്റഗറിയിലാണ്, L2 കാറ്റഗറിയിലാണ് ഉൾപ്പെടുക. പക്ഷേ നമ്മൾ 2018 പ്രളയം കണ്ടില്ലേ? ഇപ്പോൾ കവളപ്പാറയൊക്കെ യഥാർത്ഥത്തിൽ L2 അല്ല, അത് L3 പോകേണ്ടതാണെന്നാണ് എൻ്റെ പക്ഷം. പ്രളയമാണ് യഥാർത്ഥത്തിൽ L3 കാറ്റഗറിയിൽ അടുത്ത കാലത്ത് പ്രഖ്യാപിച്ച രാജ്യത്തിൻ്റെ തന്നെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ആവശ്യമുള്ള NDRFിൻ്റെ വലിയ സേനകൾ വരേണ്ട ആവശ്യമുള്ള ഒരു വലിയ ദുരന്തമായിട്ട് ഒരു ദുരന്തത്തെയാണ് നമ്മൾ L3 ലെവൽ 3 എന്ന് പറയുന്നത്. ആ ലെവൽ 3 നമ്മൾ തെറ്റിദ്ധരിച്ചത് യഥാർത്ഥത്തിൽ നാഷണൽ ഡിസാസ്റ്റർ. നമ്മൾ നാഷണൽ ഡിസാസ്റ്റർ എന്ന് സൂചിപ്പിക്കുന്നത് സാധാരണക്കാർ പറയുന്നത് ഈ ലെവൽ 3 ലെവലിലാണ്. അവിടെ കേന്ദ്രസേനകളുടെ പിന്തുണ ആവശ്യമായി വരും, ദേശീയ തലത്തിലുള്ള ഇടപെടൽ ആവശ്യമായി വരും, NDRFിൻ്റെ ഫണ്ടിൻ്റെ വിനിയോഗം ആവശ്യമായി വരും. അങ്ങനെ വരുമ്പോൾ രാജ്യത്ത് ലെവൽ 3 എന്ന് പറയുന്നതാണ് ഏറ്റവും ഹയസ്റ്റ് ആയിരിക്കുന്നത്. ഇപ്പം ഹിമാചൽ പ്രദേശിൽ സംഭവിച്ചിരിക്കുന്നതും കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നതും അതിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലാണ് ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂടുതൽ. ഹിമാചൽ പ്രദേശ് ഒരു പക്ഷേ L2 ആണെന്ന് നമ്മൾ പറഞ്ഞാൽ, L2 അല്ല, ഹിമാചൽ പ്രദേശിലും സംഭവിച്ചത് L3 തന്നെയാണ് എന്നാണ് എൻ്റെ പക്ഷം. ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് L3 കാറ്റഗറിയിലുള്ള ഒരു ദുരന്തമാണ്. അപ്പോൾ ഇനിയൊരു ചോദ്യം ഇതാണ്, ആ ദുരിതാശ്വാസം എങ്ങനെയാണ് കൊടുക്കുക? ഇങ്ങനെ 4 തരത്തിലുള്ള വർഗീകരണം ഉണ്ടെങ്കിൽ ദുരന്ത നിവാരണത്തിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം അതാത് സംസ്ഥാനങ്ങൾക്കാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് നമ്മുടെ ഗൈഡ് ലൈൻ പറയുന്നത്. അതേസമയം സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് ഉണ്ടല്ലോ, SDRF, ആ SDRF സംസ്ഥാനമാണ് വിനിയോഗിക്കേണ്ടത്. എന്നാൽ ഗുരുതര സ്വഭാവമുള്ള ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ലെവൽ 3 കാറ്റഗറിയിലുള്ള ദുരന്തങ്ങൾക്ക് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിൽ നിന്ന്, റിലീഫ് ഫണ്ടിൽ നിന്ന് ധനസഹായം ലഭിക്കും. അത് കേരളത്തിന് ആവശ്യമുണ്ട് ഈ ഘട്ടത്തിൽ. കാരണം നമ്മൾ വയനാടിനെ പുനർനിർമ്മിക്കുക എന്ന് പറയുമ്പോഴും കേരളത്തിന് തന്നെയാണ് മുറിവേറ്റിരിക്കുന്നത്. അപ്പോൾ അത് ദേശീയ തലത്തിൽ തന്നെ ഒരു സഹായധനം ആവശ്യമുള്ള, ദേശീയ തലത്തിൽ തന്നെ പൂർണ്ണമായ പിന്തുണ നമുക്ക് ആവശ്യമുള്ള ഒരു ദുരന്തമായിട്ടാണ് നമ്മളതിനെ കണക്കാക്കുന്നത്. അപ്പോൾ നാഷണൽ ഡിസാസ്റ്റർ
ഡിസാസ്റ്റർ എന്നൊരു പദപ്രയോഗമില്ല. പകരമുള്ളത് എന്താണ്? ലെവൽ 3 ഡിസാസ്റ്ററാണ് യഥാർത്ഥത്തിൽ വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ നിന്ന് നമുക്ക് കുറച്ച് പണം ആവശ്യമുണ്ട്, സഹായം ആവശ്യമുണ്ട്. കേന്ദ്രസേനയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയുണ്ട്. കേന്ദ്രം പൂർണ്ണമായും നമ്മളുടെ ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നുണ്ട്. അക്കാര്യത്തിലൊന്നും ഒരു ആക്ഷേപവും നമുക്കില്ല. പക്ഷേ ചില ആൾക്കാർ ചിലയിടങ്ങളിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിപ്പോൾ പറയേണ്ടതല്ല, അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യേണ്ടതാണ്. അത്തരം നിരുത്തരവാദപരമായ പരാമർശങ്ങൾ ഉണ്ടാവാൻ പാടില്ലാത്തതുമായിരുന്നു. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ പ്രധാനമന്ത്രി വരുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും ഇത് ലെവൽ 3 ഉള്ളൊരു പ്രഖ്യാപനം ഉണ്ടാവുകയും അതിനു മുമ്പ് തന്നെ പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് നമ്മൾ കരുതുന്നത്. കൂടുതൽ ധനസഹായം നമുക്ക് ആവശ്യവുമുണ്ട് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് ദേശീയ ദുരന്തവുമായി ബന്ധപ്പെട്ട പ്രേക്ഷകരുടെ സംശയത്തിനുള്ള മറുപടി.